അപ്പൊ സഹോദരങ്ങളെ, ഞാൻ മദ്യാസക്തനാണ്. ഇന്ന് കുടിച്ചിട്ടില്ല. എൻ്റെ പേര് സണ്ണി. ഹായ് സണ്ണി ചേട്ടാ. സണ്ണി ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ. എല്ലാ ദിവസവും ജ്വാല മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോഴേ സാധാരണ വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞത്. ഏതായാലും നിരന്തരമായിട്ട് ഇപ്പം ജ്വാല മീറ്റിങ്ങിൽ വന്നാലും ഇല്ലേലും ഞാൻ നിരന്തരമായിട്ട് എയുടെ പരിപാടി തന്നെയുണ്ട്. ഓരോ സ്ഥലത്തൂടെ ആയിട്ടും ഓരോ ഇതായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ കൂട്ടായ്മയിൽ നിരന്തരമായി ഇരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കുടിക്കാതിരിക്കാൻ കഴിയുന്നത്. എത്ര കാലം കുടിച്ചു, എങ്ങനെ കുടിച്ചു എന്നുള്ളതല്ല, പക്ഷെ ഇപ്പോഴും മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങി അതിനുള്ള മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാൻ, ശാരീരികമായ പ്രശ്നത്തിന് തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന കഴിവുണ്ടായി കഴിഞ്ഞിട്ടൊന്നോ എന്നുള്ള യാതൊരു ചിന്തയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ വിട്ടിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ, കാരണം എൻ്റെ കാര്യം നടക്കാൻ ഇത് വളരെ അനുയോജ്യമാണെന്ന് ഞാൻ കണ്ടെത്തിയതാണ്. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ആൽക്കഹോളിക്സ് അനോണിമസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ മറ്റൊന്നിനെ തേടി പോകേണ്ട കാര്യമില്ല. അതിനെ എൻ്റെ കാര്യമുള്ളൂ. അതിന് മറ്റു സിദ്ധാന്തങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി. എൻ്റെ പ്രശ്നത്തിന് ഇത് പരിഹാരം തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമ്മളുടെ ഒരു വിഷയത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു പോകാം. ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയേണ്ട. മീറ്റിങ്ങിന്റെ അവസാനമായിട്ടും ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ അഭിപ്രായമോ അല്ലെങ്കിൽ എൻ്റെ വിശദീകരണത്തിനകത്ത് വന്ന അപാകതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിനും കുഴപ്പമില്ല. എന്നൊന്നും എനിക്ക് യാതൊരു വിരോധവുമില്ല. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം. അത് തിരുത്തലിന് വിധേയമാക്കാനല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കത് ഇനിയും അത്തരം അബദ്ധങ്ങൾ പറയാതിരിക്കാനും ഉള്ളൊരു സൗകര്യമാണ് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത്. ഏതായാലും നമ്മളുടെ വിഷയം പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് തന്നെ മൊത്തം ഒരു ആത്മീയ പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അല്ലാണ്ട് പടികൾക്കകത്ത് മാത്രമല്ല. ആത്മീയ തത്വങ്ങളാണെന്ന് പടികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ തത്വങ്ങളും ആത്മീയത തന്നെയാണ് പറയുന്നത്. ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഞാനിപ്പോ നേരത്തെ രണ്ടുപേരുടെ മാത്രം ഷെയറിങ്ങേ കേട്ടുള്ളൂ. അപ്പം അതിൽ തന്നെ പറയുന്ന അവരെല്ലാവരും എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. എല്ലാ അർത്ഥത്തിലും, അതായത് പിന്നെ സമൂഹത്തിൽ നമുക്ക് പെരുമാറാൻ പറ്റാതെ, ജോലി സ്ഥലത്ത് പെരുമാറാൻ പറ്റാതെ, കുടുംബത്തിൽ വേണ്ട വിധത്തിൽ പെരുമാറാൻ പറ്റാതെ മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കിയ, ബിഗ് ബുക്കിൽ പറയുന്ന പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അലറിപ്പാഞ്ഞെടുക്കുന്ന കൊടുങ്കാറ്റാണ് ഓരോ മദ്യാസക്തനും എന്ന് പറഞ്ഞതുപോലെ തന്നെ അത്തരം ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഉള്ളിലൊരു ശാന്തത ഉണ്ടാകുക എന്ന് തന്നെയാണ്. അതിനെയാണ് ആത്മീയത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കൊരു പുതിയൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകുക എന്ന് പറയുന്നത്. അതിനല്ലാണ്ട് മതപരമായ ചിഹ്നങ്ങൾ എടുത്തണിയോ അതിൻ്റെതായ ആചാരങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന അത് വേറൊരു ഭാഗം. അതും അതിനകത്ത് പെട്ടതാണ്. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന അതിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ആത്മീയത. അതിന് എല്ലാ മതങ്ങളുടെയും ഒക്കെ സാരാംശം അത് തന്നെയാണ്. നന്നായി ജീവിക്കുക, മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതിന് എയുടെ എല്ലാ തത്വങ്ങളും അതിനുള്ള പടികളായിക്കോട്ടെ, പാരമ്പര്യങ്ങളായിക്കോട്ടെ, അതിന്റെ കൺസെപ്റ്റുകളായിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നാമ്പുറത്ത് ഒരു ആത്മീയ വശമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പടികളെ കഴിഞ്ഞും പാരമ്പര്യങ്ങളെ കുറിച്ചും അപ്പുറത്തായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൺസെപ്റ്റുകൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടില്ലായിരുന്നെങ്കിൽ എന്നേ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നേ തകർന്ന് തരിപ്പണമായി പോയനെ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് എന്നേ പിരിഞ്ഞു പോയനെ. കാരണം അത്രയും മനോഹരമായ ഒരു ഭരണ സംവിധാനം അതിനെ കണ്ടുപിടിച്ചത് ഈ തരത്തിൽ അതിനെ നിലനിർത്തുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളില് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാവർക്കും
അവരുടേതായ നിർദ്ദേശങ്ങൾ വെക്കാവുന്നല്ലോ. അതിന് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഇല്ലാതെ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനമെടുക്കാൻ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയല്ലേ ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ സിദ്ധാന്തവും അല്ലെങ്കിൽ ഇതിനകത്തെ ഓരോ കാര്യങ്ങളും അത് ആത്മീയതയിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ, അത് നമ്മളുടെ നിത്യജീവിതത്തിൽ മനസ്സിലാക്കി ആ തത്വങ്ങളെ എങ്ങനെ പാലിക്കാൻ കഴിയും, നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന സംഭവങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ എങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും ഒക്കെ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ പാരമ്പര്യങ്ങളിലെ ആത്മീയത നമുക്ക് ഉപയോഗിക്കാൻ പറ്റേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിലും അത് തന്നെ നമ്മളിപ്പം അതുപോലെ 3 പാരമ്പര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 3 ഒന്നാമത്തെ യൂണിറ്റി, ഐക്യത്തെക്കുറിച്ചും, രണ്ടാമത്തത് വിശ്വാസത്തെക്കുറിച്ചും ട്രസ്റ്റിനെ കുറിച്ചും, മൂന്നാമത്തത് ഐഡന്റിറ്റി, വ്യക്തിത്വം എന്നുള്ള കാര്യവുമാണ് നിൽക്കുന്നത്. ഇപ്പൊ 4മത്തെ ഓട്ടോണമി, സ്വയംഭരണാവകാശം. അതാണ് 4മത്തെ പാരമ്പര്യത്തിന്റെ സത്ത. ഓട്ടോണമിയാണ്, സ്വയംഭരണമാണല്ലോ പറഞ്ഞേക്കുന്നത്. ആ സ്വയംഭരണം എങ്ങനെ ആത്മീയമായ മാർഗത്തിലേക്കും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ നിത്യജീവിതത്തെ അത് എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും എന്നുള്ള ചിന്താഗതി. നമ്മുടെ പാരമ്പര്യത്തിൽ അത് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് എല്ലാ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും 12ാം പടിയുടെ അവസാനം പറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അത് നടപ്പിലാക്കി എന്ന് പറയുന്നിടത്താണ്. അല്ലാണ്ട് ഗ്രൂപ്പിൽ പോയി ഗംഭീരമായി ഷെയർ നടത്തുകയും വീട്ടിൽ വന്ന് അതിൻ്റെതായ യാതൊരു ലക്ഷണവും കാണിക്കാതെ പണ്ടത്തേനെ കഴിഞ്ഞും ദുസ്സഹമായ രീതിയിൽ ജീവിതം കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല, ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്താക്കുന്നില്ല. പക്ഷെ ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിക്കണം, ഇത് പറയുന്നതിന് ഞാൻ അർഹനാണോ എന്ന്, ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നുണ്ടോ എന്ന്. അത് വീട്ടിൽ മാത്രമല്ല, തൊഴിൽ സ്ഥലത്താവണം, അതേപോലെയുള്ള ഞാൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിനുത്തരം നമ്മളെ കൊണ്ട് കൃത്യമായി പറയാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് ജീവിക്കുന്നതിന് സന്തോഷം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 4മത്തെ ഈ പാരമ്പര്യം, സ്വയംഭരണാവകാശം, ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വീണ്ടും 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 ഇങ്ങനെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പലരും സ്വകാര്യമായി വിളിച്ചിട്ട് ചില സംശയങ്ങൾ പറയാറുണ്ട്. പിന്നെ മീറ്റിങ്ങുകളിൽ, എല്ലാ മീറ്റിങ്ങുകളിലും പുതുമക്കാരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ചിലർ വിളിച്ച് വേണ്ടി ചോദിക്കാറുണ്ട്, ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതാണോ? ഞാൻ അതിന് മറുപടി ഇത് തന്നെ എല്ലാ മീറ്റിങ്ങും പറയണ്ടേ, നടപ്പിലാക്കാൻ പറ്റുന്നത്തോളം നമ്മൾ ശ്രമിക്കുക എന്നുള്ളൂ. മുമ്പോട്ട് നടക്കുക എന്നുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതി അടുത്ത 10 കൊല്ലത്തേക്കോ അല്ലെ ജീവിതാവസാനം വരെ കുടിക്കുന്നില്ല എന്നുള്ളതല്ലല്ലോ, ഇന്നൊരു ദിവസം തന്നെ ഉള്ളൂ. അപ്പൊ അത് തന്നെയുള്ളൂ ജീവിതത്തിൽ. ഇന്നൊരു ദിവസം നടപ്പിലാക്കാൻ നോക്കുക. ഇന്ന് നടപ്പിലാക്കിയിട്ട് അത് വിജയം ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പഠിച്ച പാഠത്തിനനുസരിച്ച് അടുത്ത ദിവസത്തേക്ക് നീട്ടാൻ അടുത്ത ദിവസം പറക്കട്ടെ. അല്ലാണ്ട് ഇന്നേ തീരല്ലോ, നാളെ കുടി നിർത്താന്നുള്ളവര് അത് പണ്ടേ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നല്ലേ. എന്ന് പറഞ്ഞാലും കുടി മോശമെന്ന് പറഞ്ഞപ്പോഴല്ലേ അടുത്ത തിങ്കളാഴ്ചയാട്ടെ, അടുത്ത ഓണം കഴിയട്ടെ, അടുത്ത ന്യൂ ഇയർ കഴിയട്ടെ, അന്നേരം ഒന്നല്ലേ. അല്ലാണ്ട് ഇന്ന് കുടി നിർത്തുന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. അപ്പം നമ്മളതിനെ ഏറ്റവും ലളിതമായ രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ പ്രാവർത്തികമാക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം നടപ്പിലാകുമെന്ന് വെച്ചാൽ ഇന്ന് നടപ്പിലാക്കി നോക്കുക. പരാജയപ്പെട്ടെങ്കിൽ ഇന്നത്തെ 10ാം പടി ചെയ്യുമ്പോൾ ഓരോ അവനെ കുറിച്ചുള്ള വിലയിരുത്തൽ തുടർന്ന് തെറ്റ് ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്നല്ലേ 10ാം പടി. അപ്പം നമ്മള് ഇന്നേ ദിവസം നടപ്പിലാക്കാൻ പറ്റിയിട്ട് വിജയിച്ചോ പരാജയപ്പെട്ടോ, അല്ലെ വിജയത്തിന്റെ ശതമാനം എത്രയാ, പരാജയത്തിന്റെ ശതമാനം എത്രയാ എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പരിപാടിയിൽ നമ്മൾ ആദ്യത്തെ തീരുമാനം എടുക്കുമ്പോൾ അത് വീണ്ടും ഇന്ന് പറ്റിയ തെറ്റുകളിൽ നിന്നുള്ള പാഠം നമുക്ക് നാളെ പഠിച്ചാൽ അത് പരിഹരിക്കാൻ നോക്കാം. അല്ലാണ്ട് ഇത് ഒരു ദിവസം കൊണ്ടെല്ലാം നടപ്പിലാക്കി പൂർത്തീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഒരിക്കലും ഇത് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ചും ഒരു വിഷയാവതരണമായിട്ട് പറയുമ്പോൾ അതിന്റെ 100% കുറിച്ച് പറയും. അതങ്ങനെയാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് ഇത് അർത്ഥമാക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് 100% ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്നിരിക്കൊണ്ട് അത് എല്ലാവരും അത് ചെയ്യണമെന്ന് നിർബന്ധമോ, ഈ പറയുന്ന ഞാനത് 100% ചെയ്തെന്നോ അതിന്റെ അർത്ഥമില്ല. പക്ഷെ അതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെതായ ഗുണഫലങ്ങൾ കിട്ടിക്കൊണ്ടുമിരിക്കുന്നു, അത്രേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും 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 പറയുന്നത്. അത് ഞാൻ എന്നോട് തന്നെ പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾക്ക് കഴിയുക തന്നെ ചെയ്യും, തീർച്ചയായിട്ടും അത് കഴിയണം. അപ്പൊ അത് നമ്മൾ ഈ പാരമ്പര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ആദ്യമാണ്, ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് അവതരിപ്പിച്ചതെങ്കിലും നമ്മളുടെ വീടും അത് തന്നെയാണല്ലേ ഒരു ഗ്രൂപ്പല്ലേ. ഏതാനും വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ വീട്.
ഇനിയിപ്പം വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലവും തന്നെയല്ലേ. ഏതാനും വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണത്. അപ്പൊ അവിടെ ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? അവിടെ എല്ലാവർക്കും യോജിക്കുന്ന തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പൊ നമ്മളിപ്പോ വീട് എന്ന് പറഞ്ഞ പൊതുവെ എല്ലാവർക്കും തന്നെ വീടുണ്ട്. ഇപ്പം ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ തന്നെയാണെങ്കിലും മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ചെറിയ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. അവിടെ നമ്മൾക്ക് എത്രമാത്രം ചെയ്യാൻ, അതാണ് അതിന്റെ ആ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ. അപ്പൊ അവിടെ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നു അത് തന്നെയല്ലേ നമ്മൾക്ക് അതിന്റെ വിജയത്തിനനുസരിച്ചിരിക്കും നമ്മൾ സമൂഹത്തിൽ ഇത് എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കത് എത്രമാത്രം കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 4-ാം പാരമ്പര്യം ആണ് നമ്മുടെ സ്വയംഭരണാവകാശം എന്നുള്ളത്. അപ്പം മറ്റു ഗ്രൂപ്പുകളെയോ അല്ല മുഴുവനെയോ ബാധിക്കാത്ത സംഗതികൾ ഒഴിച്ച് നമുക്ക് സ്വയംഭരണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് എന്തും ചെയ്യാനില്ല. ഓരോ ഗ്രൂപ്പിനും എന്തും ചെയ്യാൻ പറ്റുകയില്ല. അതിന് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. മറ്റു ഗ്രൂപ്പുകളെ ബാധിക്കാൻ പറ്റില്ല, മുഴുവനായും ബാധിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമില്ല. നമ്മളെ അവകാശം ഒരുപാട് ചെറുതായി പോയി. അപ്പൊ ആ പ്രാദേശിക ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കല് ഒരു ഗ്രൂപ്പ് നടക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത സ്ഥാപനത്തിന്റെ അധികാരി മരിച്ചു. അപ്പൊ അവിടെ കൊണ്ട് ഗ്രൂപ്പിന്റെ പേരിൽ റീത്ത് വെക്കാൻ പോയി. ഞങ്ങള് പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ എന്റെ ഹോം ഗ്രൂപ്പിൽ പെട്ടതല്ല, തൊട്ടടുത്ത ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞു പാടില്ല അവിടെ. കാരണം രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന് അനാമധേയത്വ ലംഘനമാണ്. അത് മരിച്ചയാള് മെമ്പറാണെന്ന് തെറ്റിദ്ധരിക്കുകയല്ലേ എയുടെ ഗ്രൂപ്പ് ഇതുകൊണ്ടേ വെക്കുമ്പോ. പിന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും കാര്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യ ലംഘനമുണ്ട്. എന്തായാലും വേണ്ടുകല നമ്മുടെ പാരമ്പര്യം അല്ല എന്ന് പറഞ്ഞപ്പോ അവരെടുത്ത കാര്യം പറഞ്ഞു, ഞങ്ങളുടെ പാരമ്പര്യം ഇതാന്ന്. ഞങ്ങളുടെ പാരമ്പര്യം ഇതാ, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ 4-ാമത്തെ പാരമ്പര്യത്തിന്റെ വിശദീകരണം പടികളും പാരമ്പര്യങ്ങളും 149-ാമത്തെ പേജില് അത്തരമൊരു കാരണം റൂൾ നമ്പർ 62 എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഒരുപാട് നടത്തിയിട്ട് പരാജയപ്പെട്ടപ്പോൾ അവസാനം അവർ കണ്ടെത്തിയതാണ്. ആരും സ്വയം വലിയ ഗൗരവത്തോടെ കാണണ്ട എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരും ഇതേപോലെ പിന്നെയും പ്രശ്നമുണ്ടായി ആ നാട്ടിൽ തന്നെ. അപ്പൊ നോക്കുമ്പോണ്ട് അതിനകത്ത് ഭൂരിപക്ഷം ആൾക്കാര് താല്പര്യമുള്ളവർക്കാണ് ആദ്യം റീത്ത് വെച്ചത്. രണ്ടാമത് അത്രയും ഭൂരിപക്ഷം ആൾക്കാർ കഴിയില്ല. അവരന്നേരം അതിന് വെക്കേണ്ടെന്നൊരു തീരുമാനമെടുത്തു. അതിന്റെ പേരിൽ തർക്കമായി, ബഹളമായി. ഏതായാലും ഒരുപാട് വർഷമായി ആ മീറ്റിംഗ് നടക്കുന്നേ ഇല്ല, തെല്ലിപ്പിരിഞ്ഞു. അപ്പൊ ആ പാരമ്പര്യങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഗ്രൂപ്പ് ഇപ്പോഴും അവിടെ ഉണ്ടാകുമല്ലോ എന്നുള്ളതല്ല. പക്ഷെ ഇതിന്റെ പേരിൽ തല്ലിപ്പിരിയില്ലായിരുന്നു. ഇതിന്റെ പേരിൽ അവിടെ തർക്കം ഉണ്ടാകില്ലായിരുന്നു. അതിന്റെ പേരിൽ അത് ചെറിയ നാട്ടുംപുറമാകുമ്പോൾ അവിടെ അതിന്റെ പേരിൽ ചർച്ചകളിൽ വന്നു. ആവശ്യമില്ലാത്ത ഗ്രൂപ്പിനെ ഇതിനകത്ത് ചർച്ചകളിലേക്ക് വലിച്ചഴിച്ചു. അപ്പം ഇത് ഞങ്ങളുടെ പാരമ്പര്യാന്ന് പറഞ്ഞപ്പോ അതല്ല, അവിടെ വേണ്ട മുഴുവനെയും ബാധിക്കുന്നതും ഗ്രൂപ്പിന്റെ ഒരു പാളിച്ചയായിട്ടോ ഗ്രൂപ്പിന്റെ ഒരു തകരാറായിട്ടോ ആണ് നാട്ടുകാർ അതിനെ ചർച്ച ചെയ്തപ്പോൾ എടുത്തത്. അങ്ങനെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ചില മതക്കാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ ചില മതത്തിനെ അതിനകത്ത് ഐക്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ തരത്തിലൊക്കെ ആ ചർച്ചകൾ അങ്ങ് വഴിതെറ്റിപ്പോയി. അതിന്റെ പേരിൽ അവിടെ വേറെ വലിയ കോലാഹലമൊന്നും ഉണ്ടായില്ല, മറ്റു പ്രശ്നങ്ങളും ഉണ്ടായില്ല, കലാപങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അന്ന് അത് യുടെ പാരമ്പര്യം അത് മനസ്സിലാക്കേണ്ടിയിരുന്നു. മറ്റു ഗ്രൂപ്പുകളെയോ മുഴുവനെയോ ബാധിക്കുന്ന സംഗതികൾ ഒഴിച്ച് എന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രാദേശികമായ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ യുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നിർബന്ധമായിട്ടും അതിനകത്തുനിന്ന് മാറി നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ് വരുത്തി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ളൊരു പഠനം നടത്തിയാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഓരോരുത്തരും. നമ്മൾ ഇത് കുറച്ച് പഴമക്കാരെന്ന് പറഞ്ഞവർക്കൊന്നല്ല, ഇപ്പം നിൽക്കുന്നവരെല്ലാവരും നാളെ വരാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പഴമക്കാരാണ്. അപ്പൊ ഇന്ന് ഒരു ദിവസം ആയനായിക്കോട്ടെ, 15 കൊല്ലമായനായിക്കോട്ടെ, ആരായാലും ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരാള് നാളെ പുതിയതായിട്ടൊരാൾ വരുമ്പോൾ അവരെല്ലാവരും പഴമക്കാരാണ്. അപ്പം അവർക്ക് വേണ്ടി, കരാനിരിക്കുന്നവർക്ക് വേണ്ടി ഈ കൂട്ടായ്മയെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ബാധകമാണ്. അവരൊരു കാരണവശാലും തർക്കങ്ങളിൽ ഏർപ്പെടാനോ ഈ ഗ്രൂപ്പിനെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകാനോ ഒന്നും, അതൊക്കെ വരുന്നുണ്ട്. 10-ാമത്തെ പാരമ്പര്യത്തിൽ അത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊന്നും ഇല്ലാതെ തന്നെ ആയിരിക്കണം ഈ സ്വയംഭരണാവകാശത്തെ നമ്മൾ നടപ്പിലാക്കേണ്ടത്. ഗ്രൂപ്പിന് സ്വയംഭരണാവകാശം വേണം. നമ്മളൊരു കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഇല്ല.
അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റു ഗ്രൂപ്പുകൾക്കൊക്കെ വന്ന പോലെയുള്ള അല്ലെ മറ്റു സംഘടനകൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ഓരോ തരത്തിലുള്ള നമ്മുടെ അകത്ത് ഗ്രൂപ്പ് പ്രവർത്തനം അല്ല ഉണ്ടാകുക. അപ്പം ഗ്രൂപ്പിസം ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളിലും മറ്റുമൊക്കെ ഉണ്ടായത് ഗ്രൂപ്പിസമാണ്. അതിന്റെ പേരിലാണ് ഏതെല്ലാം തരത്തിൽ പെടുന്നോ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാകുകയും അതെല്ലാം പരസ്പരം പോരടിച്ച് പല പല പ്രശ്നങ്ങളായി തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു കഥ പോലെ, കഥയല്ല, സംഭവിച്ചതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തായ്ലൻഡിലോ മറ്റോ ഉണ്ടാകുന്ന ഒരു ബുദ്ധക്ഷേത്രത്തിൽ 50ഓളം ബുദ്ധപ്രതിമകൾ ഉണ്ടായിരുന്നു. 50 രൂപ ബുദ്ധപ്രതിമയുടെ രീതികൾ 50 തരത്തിലാണ് അതിനകത്ത്. ബുദ്ധന്റെ മുഖവും കയ്യും ഒക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇരിപ്പും ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അതിന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള തരത്തിലുള്ള പ്രതിമയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നു. ഇതെല്ലാം അടുത്തടുത്ത് നിരനിരയായിട്ടാണ് വച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ തമ്മിൽ ചേരാതെ ഇപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവൻ അപ്പുറത്തുള്ളവനുമായിട്ട് തർക്കമായി, പ്രശ്നമായി. അവരുടെ അവസാനം എല്ലാവരും അത് ഓരോരുത്തരും അവനവന് വേണ്ടപ്പെട്ട ഭാഗം അത് മറച്ചു കെട്ടി. അവസാനം അതിനകത്ത് തീയും പുകയും എല്ലാ സാധനവും വെക്കലും പൂജയും എല്ലാം അവസാനം ഈ 50 ബുദ്ധപ്രതിമകളും കറുത്തുപോയി എന്നാ പറഞ്ഞു. അത് വിശാലമായി തുറന്നു കിടന്നപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന ആ ഒരു സ്ഥാനത്തെ നമ്മൾ ഗ്രൂപ്പിസം ഉണ്ടാക്കി, വിഭാഗീയത ഉണ്ടാക്കി, ഓരോരുത്തരും അവനവൻ ഇഷ്ടപ്പെട്ട ആ ഭാവത്തിലേക്ക് ബുദ്ധപ്രതിമയെ അവനവൻ്റെതായി മറച്ചു കെട്ടി എല്ലാവരും കൂടെ പൂജ നടത്തി അവസാനം അത് 50 കറുത്തുപോയി എന്നുള്ള, അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്നത്. അത് തന്നെയായി പറയുന്നത്. ഗ്രൂപ്പിസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊത്തം പ്രവർത്തനത്തെയും അത് ബാധിക്കും, യാതൊരു സംശയവുമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന. സ്വയംഭരണം ഉണ്ട്, പക്ഷേ ആ സ്വയംഭരണം മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കണം, നമ്മളുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ അത് ബാധിക്കാതിരിക്കണം. അപ്പൊ അതാണ് വേണ്ടത്. ഇവിടെ സ്വയംഭരണം എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. പക്ഷെ 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആകുന്നത്. റിപ്പബ്ലിക് ആകുമ്പോഴാണ് സ്വയംഭരണാവകാശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ തോതിൽ വരുന്നത്. മറ്റല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയപ്പോഴും നമുക്കൊരു ഗവർണർ ജനറലൊക്കെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലായിരുന്നു അത് ഗവർണർ ജനറൽ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പൂർണ്ണമായ അധികാരത്തോടെ അവിടെ ഭരിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. മറ്റേത് രാജഭരണമാണ്. അത് രാജാവിന്റെ പിൻഗാമിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനത്തില് അങ്ങനെയാണ്. അല്ലാണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് റിപ്പബ്ലിക് ആകുകയാണെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട, അതിന്റെ കൃത്യമായ നീതിയുക്തമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പരമാധികാര രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമല്ലേ? സ്വയംഭരണാവകാശം എത്ര കൃത്യമായിട്ടാണ് നോക്കുന്നത്. നമ്മളിവിടെ തെരഞ്ഞെടുത്തല്ലേ നടക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ കൂടെ അല്ലേ നടക്കുന്നത്. നമ്മളുടെ കോൺഫറൻസ് എങ്ങനെയാ ഉണ്ടായത്? കാരണം ആ കാലത്ത് വളർന്ന് ഒരു പരിധിയോളം വളർന്നു കഴിഞ്ഞപ്പം എക്ക് അങ്ങ് മുകളിൽ നിന്നുള്ള ഒരു ഫൗണ്ടേഷൻ എന്നുള്ള ആ ഒരു നാട്ടിൽ അങ്ങനെ ഒരു കേൾക്കുന്നുണ്ട്. അവരല്ലാണ്ട് താഴത്തെ ഇവരുമായിട്ടൊന്നും യാതൊരു സാധാരണ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുമായിട്ട് അങ്ങ് മേലെ ഇരിക്കുന്നവർക്ക് അറിയില്ല, ട്രസ്റ്റി ബോർഡിന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫൗണ്ടർമാർക്ക് ഇതുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫറൻസ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നതും. അവര് തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് ഇന്നിപ്പം ജനറൽ സർവീസ് ബോർഡും ഒക്കെ ഉണ്ടായത്, ജനറൽ സർവീസ് കോൺഫറൻസ് ഉണ്ടായത്. അപ്പം പൂർണ്ണമായ അധികാരം നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, ഗ്രൂപ്പിന്റെ അധികാരം എവിടെയാണ് നിൽക്കുന്നത്? തലതിരിഞ്ഞ പിരമിഡിന്റെ ആകൃതിയിലാണ്. അതിന്റെ വലിയ വശം മുകളിലാണ് നിൽക്കുന്നത്. അതാണ് ഗ്രൂപ്പുകൾ. താഴേക്ക് ചെറുതായി വന്ന ഗ്രൂപ്പുകളാണ് അതിന്റെ പരമാധികാരി. ഗ്രൂപ്പുകളാണ് അതിന്റെ സുപ്രീം കോടതി. ഗ്രൂപ്പ് എടുത്ത തീരുമാനത്തെ ഒരു കോൺഫറൻസിനും ഒരു ട്രസ്റ്റി ബോർഡിനും തിരുത്താൻ പറ്റില്ല. പക്ഷെ അവിടെ തീരുമാനം എടുക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, മറ്റു ഗ്രൂപ്പുകളെ മുഴുവനെ ബാധിക്കരുത്. അല്ലാണ്ട് ഗ്രൂപ്പുകളെല്ലാം അങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും തോന്നിയാസം കാണിക്കാൻ പറ്റില്ല. നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ കൺസെപ്റ്റുകൾക്കനുസരിച്ച് ഉള്ള തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഗ്രൂപ്പുകൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷെ ഇതാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാലാണ് നമ്മൾ ഭരിക്കപ്പെടുന്നത്. അപ്പം 100% ആ സ്വയംഭരണാവകാശം അങ്ങനെ വിനിയോഗിക്കുന്നത്. റിപ്പബ്ലിക്കിന്റെ അതേ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി തന്നെയാണ് നമ്മളത് അനുഭവിക്കുന്നത്. അപ്പൊ അവിടെ ആകുമ്പോൾ എന്താ, നമ്മളെ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, ജനാധിപത്യ രീതിയിലാണ് നിൽക്കുന്നത്.
അവരല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് അവരുടെ ഏകാധിപത്യം നടപ്പിലാക്കാൻ പറ്റില്ല. വോട്ടവകാശമുള്ളവരാണ്, വോട്ടിനിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റൊരു തരത്തിൽ കൂടെ നമുക്കത് ചെയ്യാനുള്ള യാതൊരു രീതിയില്ല. അതൊരിക്കലും നിലനിൽക്കുന്നതുമല്ല. അങ്ങനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ടുള്ള എല്ലാ സംഘങ്ങളും തകർന്നു പോയിട്ടേ ഉള്ളൂ. മേലെ നിന്ന് ഭരിച്ച് അധികാരം താഴേക്ക് പ്രയോഗിക്കുന്ന എല്ലാ സംഘങ്ങൾക്കും അത് അപകടം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന ഏറ്റവും ശക്തമായ ജനാധിപത്യമുണ്ട് എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഐക്യവും കൂട്ടായ്മയും ഒക്കെ എയിൽ ഉണ്ടാകുന്നതിന് കാരണം അത് തന്നെ. 100% അങ്ങനെ തന്നെയാ. അവിടെ പോലും ഒരു തർക്കത്തിന് ഇല്ല. നമ്മളെ ട്രസ്റ്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയത്തില്ലേ, 2/3 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് നറുക്കെടുക്കും. ആ നറുക്കെടുപ്പിനെ എല്ലാവരും അംഗീകരിക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അത് ദൈവത്തിന്റെ കരങ്ങളാണ് നറുക്കെടുക്കുന്നതെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുന്നു. പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ വരെയും നമ്മൾ അംഗീകരിക്കുകയല്ലാണ്ട് അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്യാനോ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മളായാലും 90 വർഷമാകാൻ പോകുന്നു. ഇന്നിപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ അതിന്റെ ആഘോഷം തുടങ്ങിയിരിക്കുന്നത് കാനഡയിലെ വാൻകൂവറിലാണ് 90ാമത് വാർഷികാഘോഷം. 1-ാം തീയതി തൊട്ട് 4-ാം തീയതി വരെയാന്ന് എനിക്ക് ഒന്ന് സാധാരണ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. 4-ാം തീയതി പറഞ്ഞാൽ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്, ജൂലൈ 4th. അപ്പൊ അതിന്റെയും കൂടെ വെച്ചിട്ടാണ് സാധാരണ എല്ലാ കൊല്ലം. അവർക്ക് അങ്ങനെ നമ്മളെ പോലെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും പൊതു അവധി ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ആ പണം വളരെ പരിമിതമായ പൊതു അവധികളുള്ള അതിലൊന്നാണ് ജൂലൈ 4th. അപ്പൊ അതിനെ കണക്കാക്കിയിട്ടാണ് സാധാരണ എല്ലാ കൊല്ലവും ഈ വാർഷികങ്ങൾ വെക്കുന്നത്. 1 തൊട്ട് 4 വരെയാണ് സാധാരണ വെക്കുന്നത്. അല്ലെങ്കിൽ 2 തൊട്ട് 5 വരെയൊക്കെ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാലും ഇതിനെയാണ് 1 തൊട്ട് 4. അപ്പം 90 വർഷമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നതിന് കാരണം നമ്മൾ ഈ സ്വയംഭരണാവകാശം അത് ഉൾക്കൊള്ളുന്ന ആത്മീയ തത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ അതിനെ പാലിക്കുന്നത്. സ്വയംഭരണാവകാശം കുറച്ച് പ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് ഭരണം നടത്താനുള്ള അവകാശവും അധികാരവും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കരുതിക്കൊണ്ട് അവർക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അവർ ഈ ആത്മീയ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ടേ പാടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് 5 കൊല്ലത്തേക്ക് അതിനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നുള്ള അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല. അതൊരിക്കലും അത് അനുയോജ്യമാകുകയില്ല. അപ്പം ആത്മീയമായ ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി തന്നെ അത് മുന്നോട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യങ്ങളിൽ ചെയ്യുമ്പോഴും ആ ഒരു തത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയും. ഈ സ്വയംഭരണാവകാശം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഒരു മദ്യാസക്തിന്റെ ഒരു മനഃശാസ്ത്രം കൂടെ അതിനകത്തുണ്ട്. നിഷേധത്തിന്റെ രോഗമാണ് മദ്യാസക്തി, അങ്ങനെയാ പറയുന്നത്. നമ്മുടെ കംസോ പേജിന്റെ അതിനകത്തുണ്ട്. ഡോക്ടർ ഹാരിയം ടി ബോട്ടിന്റെ ഒരു ലേഖനമുണ്ട് അതിന്റെ അവസാന ഭാഗത്തായിട്ട്. അതിനകത്ത് എഴുതിയേക്കുന്ന ഇതാണ് ഡിഫിയന്റ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്. നിഷേധ വ്യക്തിത്വം എന്നാണ് അദ്ദേഹം അതിനെ നിർവഹിച്ചേക്കുന്നത്. അപ്പം നിഷേധികളാണ് എന്തിനേയും ഏതിനേയും നിഷേധിക്കും. മദ്യപാനം മോശമാണെന്ന് കേൾക്കാത്ത ഏതെങ്കിലും മദ്യപാനി ഉണ്ടായിരുന്നോ? മദ്യപാനം നിനക്ക് കൊള്ളില്ല എന്ന് കേൾക്കാത്ത ഏതെങ്കിലും മദ്യപാനി ഉണ്ടോ? പക്ഷെ അവിടെയും നമുക്കൊരു സ്വയംഭരണം കിട്ടിയപ്പോഴാണ് നമ്മൾ അതിനകത്ത് വിജയിച്ചത്. ശ്രദ്ധിച്ചു നോക്ക്. മദ്യത്തിന് നിങ്ങൾ ശക്തീകരരാണെന്ന് എല്ലാവരും കേട്ടതാ, നിനക്ക് കുടിക്കാൻ കൊള്ളുകയില്ലാന്നുള്ളത്. പക്ഷെ കേട്ടില്ല, പറഞ്ഞിട്ട് മനസ്സിലായില്ല, കുടി നിർത്തിയില്ല. എനിക്ക് ശക്തി ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമല്ലോ, ഞാൻ എങ്ങനെയാ കുടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങളെ കുറിച്ച്. പക്ഷെ മദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ശക്തീകരരാണെന്ന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഏതാനും മദ്യപാനികൾ പറഞ്ഞു. അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വയംഭരണത്തിനുള്ള അവകാശം എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് ആലോചിക്കാം, ഞാൻ ശക്തീകരനാണോ? എന്റെ മേലെ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതികരിച്ചതും അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചതും അതിന്റെ പുറകെ പോകാതിരുന്നതും. മറിച്ച് മദ്യത്തിൽ നിന്ന് മാറി നിന്നിട്ട ഒരു കൂട്ടം ആൾക്കാർ അവരുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, മദ്യത്തിന് മുമ്പ് ഞങ്ങൾ ശക്തീകരരാ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ. അതായത് സ്വയം തീരുമാനം എടുക്കാനുള്ള അവകാശം നമ്മൾക്ക് ഓരോരുത്തർക്കും ആൽക്കഹോളിക്സ് അനോണിമസ് വിട്ടു തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പം നമുക്ക് ഇതിന്റെ ഘട്ടത്തിൽ നമുക്ക് ഇരിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ അന്ന് ഈ അർത്ഥത്തിലൊന്നും ആയിരിക്കുകയില്ല, ഇന്നത്തെ പോലെ നമ്മുടെ പാരമ്പര്യങ്ങളൊന്നും രൂപപ്പെട്ടില്ല. നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങി വീണ്ടും 11 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയതൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്.
പക്ഷെ എന്നിരുന്നാൽ പോലും അബദ്ധത്തിലാണെങ്കിലും നമ്മുടെ അനാമധേയത്വം അടക്കം അങ്ങനെയാ വന്ന അബദ്ധത്തിൽ കൂടെ വന്ന ഒരു സംഗതിയാണ്. പക്ഷെ പിന്നീട് അത് കാലം തെളിയിച്ചു അതായിരുന്നു നല്ലതെന്ന് വെച്ചപ്പോൾ നമ്മൾ അതിനെ ഏറ്റെടുത്തതാണ്. അപ്പൊ ഈ സ്വയംഭരണാവകാശം നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും ആരെങ്കിലും വിളിച്ചു നോക്ക്, ഈ എയിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി നോക്കിയോ, എല്ലാവരും എന്നുള്ളതല്ല, എന്നാലും നോക്കിയ നടന്നു പോകുന്ന നേരത്തെ വെച്ചാൽ പുറകെ നെടാ കുടിയാന്നൊന്ന് വിളിച്ചു നോക്കി, മിക്കവാറും തിരിച്ച് അവനെ തന്തയ്ക്ക് വിളിക്കും. അതായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോഴും അത് കേൾക്കല്ല. മറ്റൊരുത്തൻ കുടിയാ അല്ലെങ്കിൽ കള്ളുകുടിയാന്നോ അല്ലെങ്കിൽ മദ്യപാനിന്നോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര സുഖമല്ല മറ്റേ. പക്ഷെ എല്ലാവരും എല്ലാ ദിവസവും മീറ്റിങ്ങിൽ കയറിയിട്ട് അവനവനോട് തന്നെ പറയുന്നുണ്ട് ഞാൻ മദ്യാസക്തനാണെന്ന്. ഒരു അപമാനം തോന്നുന്നില്ല, ഒരു വിഷമവും തോന്നുന്നില്ല. മറ്റൊരുത്തൻ പറയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ പേരെ എന്റെ പ്രശ്നത്തെ ഞാൻ സ്വയം നിർവചിക്കാൻ പഠിച്ചപ്പോൾ എനിക്ക് അതിനുള്ള അവകാശവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് കിട്ടിയ ഈ സ്വയംഭരണാവകാശം, സ്വയം നിർണയാവകാശം, അത് നമ്മൾക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മോചിതരാകാൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് തൊട്ടേ നമ്മൾക്ക് അതാണ് കിട്ടിയത്. അപ്പൊ സ്വന്തം കാര്യം സ്വയം തീരുമാനിക്കാനുള്ള ആ അവകാശം അത് ചെറുതല്ല, അത്ര വലിയതായിട്ടുള്ള കാര്യമാണ്. അപ്പം ചുരുക്കം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കാനല്ലേ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നല്ലേ മിക്കവാറും എണീറ്റ് നിൽക്കാൻ പറ്റാത്തവരും പോലും അതാണല്ലോ പറയുന്നത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത്. അതെല്ലാം മനുഷ്യരുടെയും ഒരു സഹജമായ സ്വഭാവമാണ്. മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലാണ്. അവരെ കൊണ്ട് അതിനുള്ള ശേഷിയൊന്നുമില്ല. എന്റെ കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വേറെ സാധനത്തിനെ കൂട്ടുപിടിച്ചത്. നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തവൻ ബാക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നവരെ പോലെയാണ് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി, അല്ല മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാതെ മദ്യം എന്ന് പറയുന്ന ഈ വാക്കി സ്റ്റിക്ക് എടുത്ത് കൈപ്പിടിച്ചത്. അതില്ലാതെയും കാര്യങ്ങൾ നടത്താം, പക്ഷെ അയാളെ കൊണ്ട് അതിനുള്ള ശേഷി ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇതിനുള്ള അവകാശവും ഇതിനൊക്കെ ഇതുണ്ടെങ്കിൽ പോലും നിഷേധം കാരണം നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ നിൽക്കുകയായിരുന്നു. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് തന്ന ഈ വലിയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമായിട്ട്, വലിയൊരു വരദാനമായിട്ട് മാറിയത്. അല്ലെങ്കിൽ നമുക്ക് ആർക്കും അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിനകത്ത് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. അപ്പം ഈ ഒരു അവകാശം കൊടുത്തുകൊണ്ട് ഗ്രൂപ്പുകൾ തകരാറിലാവാതെ തകർന്നു പോകാതിരിക്കാൻ അത് സഹായിച്ചു. അത് തന്നെയാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ് വന്നത്. നമ്മളുടെ വ്യക്തി ജീവിതം തകരാറിലാകാതിരിക്കാൻ നമ്മൾക്ക് ഈ പറഞ്ഞ സ്വയംഭരണാവകാശം. പക്ഷെ ഈ സ്വയംഭരണാവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ഏകാധിപത്യമായിട്ട് നടപ്പിലാക്കിയവരുണ്ട്. അതൊരു കാടത്തം പോലെ മറ്റുള്ളവരിലേക്ക് എൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല ഈ സ്വയംഭരണാവകാശം. അത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൽ, അങ്ങനെ ഒരു നിശ്ചയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ശരിയാക്കുന്നത്. അപ്പം ഇത് എത്രമാത്രം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വലിയ പ്രഗത്ഭമായ ഒരു പേരുണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അവനന്റെ സുഖത്തിനായി വരണം എന്നുള്ളത്. ആരും സുഖിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആരും സന്തോഷിക്കേണ്ടെന്ന് പറഞ്ഞില്ല, ആരും ഇവിടെയുള്ള നമുക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിനെ ആസ്വദിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അത് മറ്റുള്ളവർക്കൂടെ സുഖിക്കുന്നതായിരിക്കണം. അത്ര മതിയല്ലോ. നമ്മുടെ 4-ാം പാരമ്യം തന്നെ മുഴുവനായോ മറ്റു ഗ്രൂപ്പുകളെയോ എന്ന് പറഞ്ഞ പോലെ തന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയെ അവരുടെ സുഖത്തിനായി വരണം, ഒരു സംശയവും വേണ്ട. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിയണം. എൻ്റെ അവകാശങ്ങൾ ഞാൻ സ്ഥാപിച്ചെടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ നമ്മൾ ഹനിച്ചുകൊണ്ടാവരുത് എന്നുള്ള കാര്യമുണ്ട്. മറ്റുള്ളവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ കഴിയണം. മറ്റുള്ളവർക്കും അത് ആസ്വദിക്കാൻ കഴിയണം നമ്മളോടൊപ്പം തന്നെ. ആ രീതിയിലുള്ള ഒരു കാര്യം അത് നമ്മൾക്ക് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ ഇതെല്ലാം വളരെ സന്തോഷകരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഗ്രൂപ്പിലല്ലല്ലോ എന്താണ് എന്ന് പറയുന്നത്. ഈ വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നടക്കുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ള ഒരു മീറ്റിംഗ് ആണോ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അത് നമ്മൾ 22.5 മണിക്കൂർ നേരം എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന സമയമാണ് ആ മീറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിന്റെ ഒരു പാർട്ടാണെന്ന് മാത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും ഇത് നടപ്പിലാക്കി എന്നുള്ളൊരു കാര്യമുണ്ട്.
അതെങ്ങനെ നടപ്പിലാക്കി, അതിൽ എത്രമാത്രം വിജയം കിട്ടി, അതിൽ എത്രമാത്രം പരാജയമായി, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ട് എത്രമാത്രം ഗുണം കിട്ടി, മറ്റുള്ളവരെ എനിക്ക് എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ പറ്റി, അവരെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റി, അവരുടെ സ്നേഹവും പരിഗണനയും ഒക്കെ എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റി, എനിക്കത് എത്രമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പത്തെ 22 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചതെന്നാണ്. നമ്മൾ ഉറങ്ങുന്നതിന് വരെയും അതുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എങ്ങനെയാ ഉറങ്ങുമ്പോൾ സുഖം അനുഭവിച്ചത്? പറഞ്ഞു ഉറങ്ങുമ്പോഴും സുഖം അനുഭവിക്കാൻ കഴിയണം. അപ്പൊ അതുപോലെ ജീവിക്കണം. അപ്പൊ മീറ്റിങ്ങിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പറയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും മീറ്റിങ്ങിൽ പോയെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എയുടെ എല്ലാ തത്വങ്ങളും പാലിച്ചു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് മാത്രം അത് മോശമായിട്ടല്ല, അതും അതിൻ്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അതും ഇല്ലാതെ വേണ്ട. കാരണം ഒരുപക്ഷെ ആ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ പലതും പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടപ്പിലാക്കാൻ നമ്മൾ വിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതും. ആ ശ്രമമാണ് ഒരുപക്ഷെ അടുത്ത മീറ്റിങ്ങിൽ പോയി പറഞ്ഞ് ഞാൻ ശ്രമിച്ചു നോക്കി, പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കി, എനിക്ക് നേരത്തെ വിജയം കിട്ടി, അല്ലെങ്കിൽ പരിപൂർണമായ വിജയമായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ മീറ്റിങ്ങിൽ പോകുന്നത് ആ ഒരു കാര്യത്തിനൂടെ കൂടിയാണ്. പക്ഷെ അല്ലാണ്ട് ഞാനൊരു മീറ്റിങ്ങിന് പോയി, ചിലർ അങ്ങനെ ഉണ്ട്, എല്ലാ ദിവസവും മീറ്റിങ്ങിലാണ് എന്നിട്ടും ഞാൻ വീണു പോയി എന്ന് പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ബിഗ് ബുക്ക് വായിക്കൂ എന്നിട്ടും ഞാൻ വീണു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ട് കാര്യമുണ്ടോ? അത് ജീവിതത്തിൽ നടപ്പിലാക്കിയോ? ഒരു കാര്യം അങ്ങനെയാണല്ലോ, എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കി എന്നുള്ള പറയുന്നത്. ബില്ലിന്റെ കഥയിൽ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത തീരുമാനങ്ങളെ ഒപ്പിടാത്ത ചെക്കായിട്ടല്ലേ അതിനകത്ത് പറഞ്ഞേക്കുന്ന. ബില്ലിന്റെ കഥയിൽ അങ്ങനെ പറഞ്ഞല്ലോ, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു തന്നെ. പണത്തിന് വേണ്ടി ബാങ്കിലേക്ക് കൃത്യമായി എല്ലാം എഴുതി എല്ലാം കൊടുത്ത് ചെക്ക് എഴുതി, പക്ഷെ അടിയിൽ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എങ്ങനെ അത് ചെക്ക് മാറും, പണം കിട്ടും? വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് ബില്ലിന്റെ കഥയിൽ അത് അങ്ങനെ പറയുന്നത്, ഒപ്പിടാത്ത ചെക്ക് എന്ന് പറഞ്ഞ പോലെ ആവരുത്. മീറ്റിങ്ങിൽ പോയെന്ന് കരുകൊണ്ടൊന്നും നമുക്ക് ഈ പ്രോഗ്രാം നമ്മുടെ ഉള്ളിലേക്ക് കയറും, അത് മറ്റുള്ളവർക്ക് സഹായകരമായി തീരുവോ ഒന്നും ചെയ്തോണമെന്നില്ല. അപ്പൊ ഇത് നടപ്പിലാക്കാൻ കഴിയണം. അത് എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയോ അവിടെയാണ് നമുക്കത് വീട്ടിൽ വേണം. ആ വീട്ടിൽ നടക്കുന്ന അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആ വീട്ടിൽ നമ്മുടെ സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ നടക്കണം? ഈ സ്വയംഭരണാവകാശം എങ്ങനെയാണ്? സ്വയംഭരണാവകാശം ഉണ്ട് എന്നരിക്കൊണ്ട് എന്റെ വീട്ടിലെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. വീട്ടിലെ കാര്യം ഞാനാണ് കുടുംബനാഥൻ. പണ്ടായിരുന്നീ റേഷൻ കാർഡ് എന്റെ പേരിലാന്ന് പറയാം, അതിപ്പോ മാറി, ഇപ്പം പെണ്ണുങ്ങളുടെ പേരിലായി. അതുകൊണ്ട് ഇനി അത് പറഞ്ഞില്ലേലും കുടുംബത്തിന്റെ തലവൻ ഞാനാണ്, സമ്പാദിക്കുന്നോ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോ എല്ലാവരും സമ്പാദിക്കുന്നവരുണ്ട്. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സമ്പാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് സമ്പാദിക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതിലും അവരുടെ പങ്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരാൾ ഒറ്റയ്ക്ക് അങ്ങ് സമ്പാദിച്ചുണ്ടാക്കുന്നൊന്നുമല്ല. അയാൾ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ അയാൾക്കുള്ള ടിഫിൻ എടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരും ഇവരുടെ സമ്പാദ്യത്തിലെ ഒരു അവകാശി തന്നെ, അല്ലാണ്ട് വെറുതെ ഒന്നുമില്ല. അയാൾക്ക് പോകാനുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി അലക്കി തേച്ച് മടക്കിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇയാളുടെ ജോലിയെ അവർ സഹായിക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് കുടുംബനാഥൻ, ഞാനാണ് എൻ്റെ സർവാധികാരി, ഞാൻ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തും ഭരണം നടത്തും എന്നുള്ളതല്ല സ്വയംഭരണാവകാശം. ഈ സ്വയംഭരണാവകാശം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ആ സ്വയംഭരണാവകാശം ഒരു റിപ്പബ്ലിക്കിൽ എങ്ങനെയാണ്? പ്രതിനിധികൾ ചേർന്നിട്ടാണ്. അപ്പൊ അതായത് അഭിപ്രായ സമന്വയത്തിൽ കൂടിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ടോ? വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവിടെ തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടോ? അവരുടെ അഭിപ്രായങ്ങൾ വേണ്ട. നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ തീരുമാനം എടുക്കുന്നത്? ന്യൂനപക്ഷത്തിന് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമുണ്ട്. 10 പേരിൽ 9 പേരും ഒരു തീരുമാനം പറഞ്ഞെങ്കിൽ മറ്റവന്റെ ചോദിക്കുക പോലും ചെയ്യാതെ ആ 9 പേരുടെ തീരുമാനം അവിടെ നിയമമാക്കി മാറ്റുകയല്ല എയിലെ രീതി. ഞാൻ പറഞ്ഞ ആദ്യം തന്നെ എയുടെ കൺസെപ്റ്റുകൾ ഏറ്റവും മനോഹരമായ ആത്മീയ തത്വങ്ങളാണ് എന്ന് പറഞ്ഞു. കാരണം 10ാമതൊരാളുടെ അവന്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് വിചാരിക്കുന്ന അഭിപ്രായവും അയാളെ കൊണ്ട് പറയും. ഒരുപക്ഷെ മറ്റാരും കാണാതിരുന്ന ഒരു കാര്യമാണ് ഈ 10ാമൻ പറയുന്നതെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അഭിപ്രായത്തോട് നിങ്ങളിൽ എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ മാറ്റാൻ തയ്യാറുണ്ടോ എന്ന്. ഒരുപക്ഷെ ഈ 10ാമൻ പറഞ്ഞാണ് നല്ലൊരു അഭിപ്രായം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായി ചിലപ്പം
ഏകപക്ഷീയമായിട്ട് 10 പേരിൽ 9 പേരും എടുത്ത തീരുമാനം മാറ്റിമറിക്കപ്പെടാറുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. സ്വയംഭരണാധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ എടുക്കുന്ന തീരുമാനത്തെയല്ല, മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത് ഈ സ്വയംഭരണാധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ആ ഭരണ സംവിധാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ്. അവിടെയാണ് ആ സ്വയംഭരണം. അതിനകത്ത് എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും ആ ഭരണത്തിൽ സംവിധാനമുണ്ട്. അവർക്ക് അതിനുള്ള അവകാശം കൊടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി എനിക്ക് നിർഭയമായ അഭിപ്രായം പറയാൻ കഴിയുകയും ചെയ്യുന്ന അവിടെയല്ലേ ആത്മീയത എന്ന സാധനം വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ എവിടെയല്ലല്ലോ, അവിടെ തന്നെ അത് വർക്ക് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ കേൾക്കാണല്ലോ. ഇനിയിപ്പോ കൊച്ചുകുട്ടികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അവരെല്ലാരെയും വിളിച്ചിരുത്തി പാർലമെന്റ് പോലെ ഇരുന്ന് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നല്ല. എല്ലാവരോടും ഒരു വണ്ടി മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട്, വീടിന്റെ ഒരു ഭാഗം പുതുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കാര്യമുണ്ട്, എല്ലാവരുടെ അഭിപ്രായം എന്താണ്, എങ്ങനെ വേണം, അവര് പറയുന്ന അഭിപ്രായത്തിന് പറയാമല്ലോ. അവര് വേണമെങ്കിൽ പറയാം 2 നില 3 നില വീട് എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഫണ്ട് എത്രയുണ്ടെന്ന് ആദ്യം പറയാം. അതിനിടയ്ക്ക് സാധനം അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് പിടികിട്ടും. അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ നമ്മളെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലാത്ത കുട്ടികൾക്ക് മോഹത്തോടെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെ മോഹത്തിനും ഒരു വില കൽപ്പിച്ചുകൊണ്ട് അവരെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. മോനെ ഇതിങ്ങനെയല്ല, മോളെ ഇതിങ്ങനെ പറ്റില്ല, നമ്മുടെ അടുത്ത് ഇത്രയും പണമുള്ളൂ, ഇത്രയും പണം കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അതെങ്ങനെ വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു അഭിപ്രായം പറയാൻ നമുക്ക് കഴിയണം. അല്ലാണ്ട് അവിടെ അവരോട് അറിയണം. രാവിലെ പെരപണിക്കാര് കൊട്ടയും വട്ടിയും കമ്പിയും തൂമ്പയും ഒക്കെ ആയിട്ട് അവിടെ വരുമ്പം മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇവിടെ പെരപണി തുടങ്ങുന്നെന്നുള്ളതാണ്. അത് പണ്ടൊരു അലനോൺ മെമ്പർ ഒരിടത്തുനിന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടു. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അവര് ഒരിക്കലും ഭർത്താവ് ഒരു കാരണം അവരെ മിണ്ടാറില്ലായിരുന്നു. കാരണം ഒരു ദിവസം അവര് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവരേക്ക് പോകുന്ന നടവഴിയുടെ തൊട്ടപ്പുറത്ത് ഒന്നോ രണ്ടോ ലോഡ് മണൽ കൊണ്ട് ഇറക്കിയേക്കുന്നു. അപ്പൊ ഇവര് അമ്മയും മോളും കൂടെ പറയുകയാണ്, ഓ ഇതാരുവാ ഈ പണി കാണിച്ചതെന്ന്, ഈ വഴി നടന്നു പോകുന്ന വഴിയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഈ മണൽ കൊണ്ടേ കൂട്ടിയേക്കുന്നതെന്ന്. രാത്രിയിൽ എപ്പോഴാ കൊണ്ടുവന്ന് ഇറക്കിയതാണ്, അവർ കണ്ടിട്ടില്ല. അവർ പള്ളിയിലൊക്കെ പോയി അവിടെ എന്തോ ഒരു സാധനം വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂറായി തിരിച്ചു വരുന്നു അവിടെ വഴിയുടെ അവിടെ എത്തുമ്പോൾ മണൽ അവിടെ കാണുന്നില്ല. ഓ അപ്പോഴത്തേന് ഇതും ആയിക്കൊണ്ടാരാ പോയെന്ന് അവർ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു. നടന്നു വന്ന് നോക്കൊണ്ട് വീടിന്റെ മുറ്റത്തുണ്ടാ കോരിയിട്ടേക്കുന്നു. അപ്പൊ ആണ് പറയുന്നത് വീട്ടില് പുതിയ റൂം എടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി പണി തുടങ്ങാൻ പോയെന്ന്. പ്രായപൂർത്തിയായ മകള്, വിദ്യാഭ്യാസമുള്ള കോളേജിലെ ഹൈസ്കൂളിൽ അങ്ങനത്തെ ഒരു അധ്യാപികയായിട്ടൊരു മകളും ഭാര്യയും ഇവരൊക്കെ ഉള്ളതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന സർക്കാർ തലത്തിൽ തന്നെ വളരെ ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അയാളുടെ ജോലി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും വളരെ പെർഫെക്റ്റ് ആണ്. അയാൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പല പ്രാവശ്യം അയാളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരാളാണ്. ആൾ വളരെ ഭംഗിയായിട്ട് ഇത് നടത്തുന്നതാണ്. അയാൾക്ക് അതുകൊണ്ട് പ്രതിപക്ഷവും ഭരണകക്ഷിയും ആര് ഭരിച്ചാലും അയാളെ എതിർക്കും. കാരണം വെച്ചാൽ അയാൾ എടുക്കുന്ന ജോലി വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ഏലുണ്ട് ആള്. അവരിപ്പം അത് പറഞ്ഞ് അയാളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ആ ഭാര്യ ഷെയർ ചെയ്തതാണ്. അവർക്ക് തമ്മിൽ അതുകൊണ്ട് ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് അവർ നിൽക്കുന്നു, അവരതുപോലെ നന്നായി നിൽക്കുന്നു. പക്ഷെ പറയത് അത്രയും കാര്യങ്ങൾ പുറത്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യുകയും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുകയും അയാളെ ആ സ്ഥാനത്ത് അയാളെ മാത്രമായി നിലനിർത്തുകയും ചെയ്യുന്ന ഒരാള് വീട്ടിലൊരു കാര്യം ചെയ്യാൻ വന്നപ്പോൾ അയാളെ കൊണ്ട് അത് പറ്റിയില്ല പറയാം. കാരണം അയാള് എടുക്കുന്ന പണി പെർഫെക്റ്റ് ആണെന്നാണ് അയാൾക്കറിയാവുന്നത്. അയാൾ പുറം നാട്ടിൽ അത് ചെയ്യുന്നതിന് വളരെ കൃത്യമായ കാര്യത്തിൽ അവിടെ ചോദിക്കേണ്ട പറയേണ്ട കാര്യമില്ല. അയാൾ ഒരിക്കലും അഴിമതിക്കാരനല്ല. അതുകൊണ്ട് അയാളെ തന്നെ അയാൾക്ക് ബോധ്യമുണ്ട്. അയാൾ ഒരിക്കലും അയാൾ ഇരിക്കുന്ന ആ സ്ഥാനത്തിനനുസരിച്ച് അയാൾ അഴിമതി കാണില്ല. വേണമെങ്കിൽ അയാൾക്ക് ലക്ഷങ്ങളോ കോടികളോ വെട്ടിക്കാവുന്ന അങ്ങനത്തെ ഒരു ബോർഡിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾ അത് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് വീണ്ടും വീണ്ടും ആ സ്ഥാനം കിട്ടുന്നതും. അപ്പൊ അവിടെ അയാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ സ്വന്തം വീട്ടില് അവിടെ ഒരു മുറിയോ അല്ലെങ്കിൽ വീടിന്റെ 2ാം നിലയോ പണിയുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ചില ആശയാഭിലാഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് പണി അയാൾ തന്നെ ചെയ്തോട്ടെ, അതിനുള്ള ഫണ്ടും അയാൾ കണ്ടിട്ട്. എന്നാലും അവരോടൊന്ന് ചോദിക്കുമ്പോ അതിനൊരു സുഖമില്ലേ എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട് അത് ചെയ്യുമ്പോ. അപ്പൊ എന്ന് പറഞ്ഞു അവരാ സ്ത്രീ അത് പറഞ്ഞ പിന്നീട് ആ വീട്ടിലൊരു നായക്കൂട് ഉണ്ടാക്കിയപ്പം ഇവരെ കൊണ്ടാണ് അതിന്റെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കിയത്. അയാൾ കുടിയൊക്കെ നിർത്തി നന്നായിട്ട് നിന്നു. അയാൾ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു,
ഇപ്പൊ ആ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, 2 കല്ലെടുത്ത് വെക്കുന്ന ഒരു പണിയുണ്ടെങ്കിൽ തന്നെ അവരോട് ചോദിച്ച് അവരെ കൊണ്ട് അത് ചെയ്യും. അവരോട് കൂടി അഭിപ്രായത്തോടു കൂടി അത് ചെയ്യുന്നുള്ളൂ. അവർ വളരെ സന്തോഷത്തോടെയും രസത്തോടെയും രണ്ടുപേരും ഇരുന്ന് ചിരിയോട് കൂടി അത് ആസ്വദിച്ച് ഷെയറിങ്ങിൽ ഞാൻ കേട്ടു അത് പറയുന്നത്. അപ്പൊ ഇതാണ് കാര്യം. നമുക്ക് കഴിവുണ്ടായിരിക്കാം, നന്നായിട്ട് ചെയ്യാൻ അറിയാമായിരിക്കാം, നമ്മൾ ചെയ്യും എന്നുള്ള ബോധ്യം അവർക്കും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാണ്ട് സ്വയംഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാധിപത്യ ഭരണമല്ല. അങ്ങനെ ഒരു ഏകാധിപത്യ ഭരണത്തെ അല്ല ഒരിക്കലും നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വീട്ടിലായിരിക്കണം ആദ്യം ഉണ്ടാകേണ്ടത്. ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കണം? ജോലി സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? ഒരു ഒരു ജോലി സ്ഥലത്തിൽ ഓരോ തട്ടിലുള്ള ജോലിക്കാരുടെ ഉണ്ട്, ഒരു നിരയുണ്ട്. അവർക്കിടയിലുള്ള ആൾക്കാരുണ്ട്, ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന ആൾക്കാർ. ഓരോ 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 ജോലി സ്ഥലത്തും ഓരോന്നിനും അതിൻ്റെതായ പേരുകളായിരിക്കും. സൂപ്പർവൈസറിനോ മാനേജറിനോ അസിസ്റ്റന്റ് മാനേജറിനോ അല്ലെങ്കിൽ കോർഡിനേറ്ററിനോ ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിലായിരിക്കും അയക്കുന്നത്. പക്ഷെ അതെന്നാൽ 2 ശ്രേണിയിലുള്ളവരെ തമ്മിൽ ഇടയ്ക്കുള്ള ലിങ്കിങ് ആണ് ഇവരൊക്കെ. അപ്പൊ അവരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരു ജോലി സ്ഥലത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ എപ്പോഴും ആ ഒരു ജോലി സ്ഥലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും മറ്റു കാര്യങ്ങളെയും എന്തിനാണ് ഓരോ സ്ഥലത്തും ഈ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പൊതു മീറ്റിങ്ങുകൾ വിളിക്കുന്നത്? അത് ഓരോ തട്ടിലുള്ള ആൾക്കാരെയും വിളിച്ചിട്ട് അത് ചെയ്യുന്ന അവരുടെ പ്രശ്നങ്ങൾ അവരെ അറിയണം. നല്ല കമ്പനിക്കാർ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. നന്നായി അത് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ നിർബന്ധമാണ്. ഒരു ജോലി സ്ഥലത്ത് അവിടുത്തെ തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം കൊടുത്തിരിക്കണം, കൃത്യമായ സമയത്ത് അത് കൊടുക്കുകയും ചെയ്യണം, അവർക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം. ഇതൊക്കെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് അവരുടെ തൊഴിലിനെ ബാധിക്കും, അത് അവിടുത്തെ പ്രൊഡക്ഷനെ ബാധിക്കും, അത് കമ്പനിയുടെ ലാഭത്തെ ബാധിക്കും, കമ്പനിയുടെ സൽപ്പേരിനെ ബാധിക്കും. അപ്പൊ അവിടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരങ്ങനെയാണ്. അത് ഓരോ തട്ടുകളിലും അവർ ചോദിക്കുന്നത് എന്താ? മറ്റുള്ളവരുടെ അഭിപ്രായം. കാരണം ഒരു കമ്പനിയിലെ മുതലാളിക്ക് എന്തും തീരുമാനിക്കാം, കമ്പനിയിൽ എന്ത് നടപ്പിലാക്കണം ചെയ്യാം, കമ്പനി വേണേൽ പൊളിച്ചു വെക്കണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ അത് നന്നായി പ്രവർത്തിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കമ്പനി മുതലാളി അങ്ങനെയല്ല പെരുമാറുന്നത്. അങ്ങനെ പെരുമാറുന്ന ആൾക്കാര് അങ്ങനെയാണ് അത് അവർ കൈകാര്യം ചെയ്യുന്നത്. എനിക്കറിയാം, കേരളത്തിലുള്ള വളരെ വലിയ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ, അവർക്ക് ഒരു കേരളത്തിൽ മുഴുവനുമായിട്ട് വലിയ വലിയ സ്ഥാപനങ്ങൾ ഒരുപാട്, മിക്കവാറും എല്ലാ ജില്ലയുടെ ആസ്ഥാനത്ത് അവരുടെ ഇതുണ്ട്, ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ അതിനകത്ത് ജോലി ചെയ്തിരുന്ന ഒരാൾ പറഞ്ഞതാണ്, അതിന്റെ മുതലാളിമാരും അതിന്റെ വേണ്ടപ്പെട്ടവരും അവിടെ വരുമ്പോൾ അവർ അവിടെയുള്ള 100 കണക്കിന് തൊഴിലാളികൾ എല്ലാവരെയും അവർ പേരെടുത്ത് വിളിക്കുന്നു. ഒരു പേരെടുത്താ വിളിക്കുന്നത്. കാരണം അവരതിനു വേണ്ടി ഹോംവർക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ നോക്കി ഓരോരുത്തരുടെ ഫോട്ടോയും വെച്ച് അവരെല്ലാവരും പേരൊക്കെ കാണാപ്പാടം പിടിച്ചാൽ വരുന്നെന്നുള്ള വേറെ കാര്യം. പക്ഷെ എന്നാലും അത് അവിടുത്തെ സ്വീപ്പർമാർ തൊട്ട് മേലേക്കുള്ള ആൾക്കാരെല്ലാവരും നോക്കാൻ അവർക്ക് അത്രമാത്രം വലിയൊരു സന്തോഷമാണ് കൊടുക്കുന്നത്. അവർ ഇരട്ടി ശമ്പളം കൊടുക്കും, എന്നിട്ട് 3 ഇരട്ടി പണിയും എടുപ്പിക്കും. അത് വേറെ കാര്യം. എല്ലാവർക്കും ലാഭം. മുതലാളിക്ക് 3 ഇരട്ടി ജോലി കിട്ടിയതിന്റെ ലാഭം, തൊഴിലാളികൾക്ക് ഇരട്ടി ശമ്പളം, മറ്റെവിടെ കിട്ടുന്നതിനെ കഴിഞ്ഞ് ഇരട്ടി ശമ്പളം കിട്ടും, എല്ലാവർക്കും ലാഭം. അപ്പൊ എല്ലാവരെയും കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കാര്യം, അത് ആ കമ്പനിയുടെ കാര്യത്തിൽ തന്നെ പറഞ്ഞു. ആ കമ്പനിയിലുള്ള ജോലിക്ക് നിൽക്കുന്ന ഒരാളുടെ വീട്ടിൽ അയാൾക്ക് അയാളുടെ കുടുംബാൾക്കോ എന്ത് രോഗം വന്നാലും അതിന് എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയാലും ആ കമ്പനി വഹിക്കും എന്ന് പറഞ്ഞു. കമ്പനിയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി തന്നെയാണ്, അതുകൊണ്ട് പേര് പറയുന്നില്ല. അപ്പൊ അതിനകത്ത് ജോലി ചെയ്തിരുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ഏകാധിപത്യം നടക്കിലാക്കുന്നതിലും ഒരു പരിധിയോളം കമ്പനികളിലൊക്കെ ആ ഏകാധിപത്യമാണ് നടക്കുന്നത്. പക്ഷേ ഒരു പരിധിയോളം അവരെ കേൾക്കാനുള്ള ഇതുമുണ്ട്. അപ്പൊ ഈ സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള, അല്ലാണ്ട് സ്വയംഭരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് തോന്നിയാവസവും കാണിക്കാറുള്ളതല്ല. മറിച്ച് ആ സ്വയംഭരണാവകാശം അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും കൊടുക്കാൻ കഴിയണം. അത് ജോലി സ്ഥലത്തും അതുണ്ടാവണം. അത് എവിടെയെല്ലാം നമുക്ക് നടത്താം, നമ്മുടെ സമൂഹത്തിൽ അത് നടത്തണ്ടേ? അവിടെയും എല്ലാവരുടെയും അഭിപ്രായത്തിനല്ലേ ഒരു കാര്യം ചെയ്യാൻ. എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തോടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അല്പം നിയമത്തിന്റെ വഴി വിട്ടിട്ട് പോലും ആൾക്കാരുടെ ജനക്കൂട്ടം പലപ്പോഴും പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നില്ലേ? ആ സമൂഹത്തിന് വളരെയധികം ഗുണകരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ രീതിയിലാണ് എല്ലാവരുടെയും അഭിപ്രായ ഐക്യത്തോടു കൂടി ചെയ്യുന്നത്. അപ്പൊ ആ അഭിപ്രായ ഐക്യം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്വയംഭരണാവകാശം എന്ന് പറയുമ്പോൾ അതിനെ നേരെ തിരിച്ചെടുക്കുക.
അല്ലാണ്ട് അതൊരു ഏകാധിപത്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് അല്ലെങ്കിൽ ഏതാനും പേരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു അധികാരമല്ല, മറിച്ച് എല്ലാവർക്കുമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാത്രമാണ് ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് വേണ്ട ഒരു തീർപ്പുണ്ടാക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഗ്രൂപ്പിൽ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് ആദ്യം നോക്കേണ്ടത് ആ ഗ്രൂപ്പിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാ അവർ പരിഹരിച്ചത്? അതല്ലെങ്കിൽ തൊട്ടടുത്ത ഗ്രൂപ്പുകളിൽ എവിടെയെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആലോചിക്കേണ്ട, നമ്മൾ തീരുമാനം ധൃതി വെച്ചെടുക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ആ റീജിയനിൽ എവിടെയെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ GSOയുടെ കീഴിലുള്ള ആ രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവരോട് ചോദിക്കുക, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് എങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല, അതിനെങ്ങനെയാണ് പരിഹാരം കണ്ടത്? ഒരു കാരണവശാലും ഗ്രൂപ്പിലേക്ക് GSO ഇന്ത്യ അല്ലെങ്കിൽ GSO ഏതെങ്കിലും ജനറൽ സർവീസ് ഓഫീസ് എവിടുന്നു ഒരു തീരുമാനവും മേലെ നിന്ന് താഴേക്ക് വിടുകയല്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാനേ പറയുള്ളൂ. അല്ലാണ്ട് ഒന്നും പറയല്ല. ഒരു കാരണവശാലും അതല്ല, ഇത് അങ്ങനെയല്ലായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു വേണ്ടതെന്ന് ഒരിടത്തൊന്നും പറയല്ല. മറിച്ച് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് അഭിപ്രായ സാമാന്യത്തിൽ എത്താനേ പറയുള്ളൂ. അപ്പം ഈ പറഞ്ഞ സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയില്, അതുപോലെ സമൂഹത്തിൽ എല്ലാ സ്ഥലത്തും ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്കല്ലേ, നമ്മൾ റോഡിൽ അത് ചെയ്യണ്ടേ? ചിലർ വന്നിട്ട് ഹോൺ അടിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു, മുമ്പിൽ എത്ര വണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ പുറകെ വന്നിട്ട് ചിലർ വേണ്ട ഹോൺ അടിക്കുന്നത്. മുമ്പിലുള്ള വണ്ടി നീങ്ങാതെ നമ്മൾ എങ്ങോട്ട് നീങ്ങാനാ? അത്രയെങ്കിലും മറ്റുള്ളവരെ മാനിക്കാനുള്ള ഒരു ബഹുമാനമെങ്കിലും നമ്മൾ കാണിക്കാതിരിക്കുന്നു. അതുപോലെ അതല്ല, ഒരു ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ ഒരു തിരക്കിലുള്ള അല്ലെങ്കിൽ അതിന്റെ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ മറ്റുള്ളവരുടെ ഈ പറഞ്ഞുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശത്തെ നമ്മൾ മാനിക്കുന്നുണ്ടോ? ആരെയും ചവിട്ടി കയറി പോകാനുള്ളതാണോ ശ്രമിക്കുന്നത്? അതോ നമുക്ക് എത്ര വേണ്ട സൗകര്യത്തോടെ പോകാമെന്നാണ്? ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോൺഫറൻസ് നടന്നില്ലല്ലോ, കഴിഞ്ഞ കോവിഡ് കാരണം. അതിന് മുമ്പ് 2015 അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തത്. 67,000 ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരു സ്റ്റേഡിയത്തിൽ പങ്കെടുത്തത്. അവിടെ കുറച്ച് ഏതാനും അവിടെ ഒരു പോലീസ് ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ മുഴുവൻ ആൾക്കാരും അതിനകത്ത് കയറിയതും അവിടുന്ന് ഇറങ്ങിപ്പോയതും എത്ര വേഗത്തിലാണ്! ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. എവിടെയെങ്കിലും വിളിച്ചോന്ന് അറിയത്തില്ല, ഞാൻ കണ്ട ഭാഗത്തൂടെ ഒന്നും ഞാൻ കണ്ടില്ല. ഈ വീൽ ചെയറുകളിലൊക്കെ വരുന്നവരുണ്ട്, അത് സ്വന്തം മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഒക്കെ അറിയാതെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ പോകുമ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കൂടിയിട്ട് മുമ്പിൽ പോകുന്ന ആളെ പോയി ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാണാം. അവർ തിരിഞ്ഞു നിൽക്കുന്നു, ഒരു ഒറ്റ ചിരി ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവരങ്ങ് വിടുന്നു. കാരണം വീൽ ചെയറിൽ വന്ന അയാളെ മുമ്പോട്ട് കയറ്റി വിടുക എന്ന്. ഇത്രയും ആൾക്കാർ കുറെ നേരം, 1-1.5 മണിക്കൂർ കൊണ്ടായി ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ കയറുന്നത്. പക്ഷെ തിരിച്ചിറങ്ങിയത് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത്രയും ആൾക്കാർ മുഴുവൻ ഇറങ്ങിപ്പോയി. ഒരാൾ പോലും തർക്കമില്ലാന്ന്, എല്ലാവരും ക്യൂ നിന്നു. ഇടി കൂടുമ്പോഴല്ലേ ആർക്കും കയറാൻ പറ്റാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുള്ളൂ. എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് പോയിട്ട് 10-15 മിനിറ്റ് കൊണ്ട് ഇത്രയും മുഴുവൻ ആൾക്കാർ ഇറങ്ങിപ്പോയി. ആൽക്കഹോളിക്സ് അനോണിമസ് മറ്റ് സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു ഐക്യത്തിന്റെ ഒരു വലിയ കാര്യം, ശരിക്കും പറഞ്ഞാൽ ആ രംഗം കണ്ടു എന്നൊക്കെ അത് പറയുമ്പോൾ 10 കൊല്ലത്തിന് മുമ്പ് അത് കണ്ട കാര്യമാണ് ഇപ്പോഴും അത് നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ അത്ഭുതത്തോടെ ഞങ്ങൾ അത് കണ്ടു നിന്നത്. കാരണം ആൾക്കാര് എന്തൊരു രസമായിട്ട്, എന്തൊരു ഹരമായിരുന്നു. അവിടെ ചിരിക്കാത്ത ഒരു മനുഷ്യനെ പോലും കണ്ടില്ല. എല്ലാവരും ചിരിക്കുന്നു, എല്ലാ തരം അംഗവൈകല്യം ഉള്ളവരും, അതുപോലെ ബുദ്ധിമുട്ടുള്ളവരും, അതുപോലെ വിവിധ വേഷങ്ങളുള്ളവരും, വിവിധ നിറത്തിലുള്ളവരും, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഞാനും ഇവിടുന്ന് ഷാജിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കറുത്ത വർഗ്ഗക്കാരി സ്ത്രീ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നേച്ച് പോകാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ അത്ഭുതത്തോടെ അത് കേട്ടു തന്നു. അതും ഒരു സന്തോഷം നോക്കുന്നു. അവർക്ക് അതാണ് പറഞ്ഞത്, അവര് നമ്മളെ എത്രമാത്രം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളത്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ കുറെ തത്വങ്ങളായിട്ടല്ല. ഇതിനകത്ത് ജീവിക്കുന്ന ആൾക്കാര് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഐക്യത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മളുടെ എല്ലാ ഭാഗത്തും ഈ പറഞ്ഞിടത്തൊക്കെ ഈ സിദ്ധാന്തങ്ങളൊക്കെ പ്രാവർത്തികമാണ്. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ഒക്കെ സിദ്ധാന്തങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക്
കാണിച്ചു തരാനുള്ള ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും ഈ സ്വയംഭരണാവകാശം. അത് ഏകാധിപത്യമല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്, എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുക. അതാണ് ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് കയറാനും ഇറങ്ങാനും വലിയ പറയണം. മറ്റൊരാളുടെ അവകാശത്തെ നമ്മൾ കാത്തു. അയാൾക്ക് കടന്നു പോകാനുള്ള അവസരമുണ്ട്, അയാൾക്ക് ഇരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ തടസ്സം ഉണ്ടാക്കരുത്. എല്ലാവരെയും കാണാനും അറിയാനും ഒക്കെ ഉള്ള ഒരു അവകാശമുണ്ട്. ആരും തമ്മിലൊരു തർക്കമില്ല. അല്ലെങ്കിൽ അത്രയും വലിയൊരു ജനക്കൂട്ടം വന്നു കഴിഞ്ഞ ഒരുപാട്, എനിക്ക് ഒരു ഫുട്ബോൾ മത്സരത്തിന് പോലും അത്രയല്ല, ഈ 67,000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേഡിയം നിറച്ച് നിൽക്കുന്ന, അവിടെ ആരുടെയും ഇല്ല, നമ്മളെ ആരെയും മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് നമ്മളെ ആരെയും പരിശോധിച്ചില്ല. അങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ട് വരുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അവിടെയുള്ള വന്നേക്കുന്ന നിരപരാധികളായ ആൾക്കാർക്ക് ആരെങ്കിലും ബോംബ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ കൊണ്ട് പ്രത്യേകിച്ച് അവരെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രത്യേക ഏതെങ്കിലും രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമായിരിക്കാം. എല്ലായിടത്തും ഇതേപോലെ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് വരെ ഇങ്ങനെ ആൾക്കൂട്ടം ഒന്നാകെ നിൽക്കുന്നു. അവസാനം സിഗ്നൽ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ആ സിഗ്നലിൽ നിൽക്കുന്ന പോലീസുകാരും ഇഷ്ടം പോലെ ഉണ്ട്. അവരും കൂടെ അടക്കം കൈ അടിച്ച് ഭയങ്കര ചിരിയോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വന്ന ആൾക്കാരെ എല്ലാവരെയും അവർ സ്വീകരിക്കുന്നത്. അപ്പം ആൽക്കോളിക്സ് അനോണിമസ് നമ്മുടെ മുമ്പില് എല്ലാവരെയും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തൊരു കാര്യമാണ്. അപ്പൊ അവര് ആ സ്വയംഭരണാവകാശം നമ്മൾക്ക് കിട്ടിയത് അത് മറ്റുള്ളവരെ ജീവിക്കാനും കൂടെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് സ്നേഹവും അതൊക്കെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമുക്ക് കിട്ടിയ അവകാശത്തെ നമ്മൾ ഒരിക്കലും അതൊരു ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഒരിക്കൽ പോലും ആൽക്കോളിക്സ് അനോണിമസ് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യമേ അല്ല. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നമ്മൾ ഏകാധിപതിയല്ല. ഏകാധിപതിയായി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കീഴും ജോലി ചെയ്യുന്നവർ നമ്മുടെ അടിമകളാണെന്ന് തോന്നും. ഒരിക്കലും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ആൽക്കോളിക്സ് അനോണിമസ് ഇല്ല. അവർക്ക് തുല്യ പങ്കാളിത്തമാണുള്ളത്, അവർക്ക് തുല്യ സ്റ്റാറ്റസ് ആണുള്ളത്. അവർ നമ്മുടെ അടിമകളല്ല, അവരെ നമുക്ക് എങ്ങനെയും ഇഷ്ടം പോലെ കൊണ്ടു നടക്കാനുള്ളതല്ല. ഇതിനകത്തൊക്കെ വഴിതെറ്റിയൊക്കെ പലരും ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ. ഗ്രൂപ്പിന്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ അതും കേട്ടിട്ടുണ്ട്. ആൽക്കോളിക്സ് അനോണിമസിലെ ഒരു മെമ്പർ സീനിയറാന്ന് പറഞ്ഞ ഒരു മെമ്പറോട്, ഇപ്പൊ എങ്ങനെയാ സീനിയോറിറ്റി എത്ര വർഷം തൊട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറഞ്ഞ വർഷത്തെ സീനിയോറിറ്റി ഉള്ള ഒരാളോട് മറ്റൊരാളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് അത് ഒരാൾ എന്നോട് സംശയമായിട്ട് എന്നോട്, ഞാൻ ചോദിച്ച ആളെയും പറഞ്ഞ ആളെയൊക്കെ ഞാൻ അറിയുന്നതാണ്, പക്ഷെ എന്നാലും ഒരു സംശയമായിട്ട് പറഞ്ഞു വെക്കണില്ല. മറ്റേ ഈ സീനിയർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, ആൽക്കോളിക്സ് അനോണിമസിലെ സീനിയർ മെമ്പറോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ഓർത്തോണെന്ന്. അതിശയപ്പെട്ടു പോയി അത് കേട്ടിട്ട്. ആൽക്കോളിക്സ് അനോണിമസിന്റെ സീനിയർ മെമ്പർ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഗ്രൂപ്പിനെയൊക്കെ ഇങ്ങനെ, നമ്മുടെ പാരമ്പര്യങ്ങളെയൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തി ഇല്ലായിരുന്നെങ്കിൽ എന്തായി പോയതെന്ന്. ആൽക്കോളിക്സ് അനോണിമസിന്റെ സീനിയർ മെമ്പറോട് ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യമല്ല, വേറെ ചോദ്യമൊന്നും ചെയ്തില്ല. അയാൾ നിസ്സാരമായൊരു കാര്യമേ ഉള്ളൂ, അയാളുടെ ബർത്ത്ഡേ ടോക്കൺ അന്ന് തന്നെ ദിവസം മേടിച്ചോട്ടെ എന്ന് ചോദിച്ചേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അയാൾ വലിയ അപരാധമൊന്നും ചെയ്തില്ല. കാരണം ആ നാട്ടിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. സീനിയർ മെമ്പർ പറയുന്ന ദിവസം അതിന്റെ അത് കിട്ടുള്ളൂ, ടോക്കൺ കിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് അന്നേ ദിവസം തന്നെ മേടിക്കണം എന്നൊരു കൊതി കൊണ്ട് അയാൾ ഒന്നും അറിയാതെ അയാളുടെ അറിവില്ലായ്മ കൊണ്ടൊന്ന് ചോദിച്ചു പോയതാ, ഞാൻ എന്റെ ബർത്ത്ഡേ എത്ര ദിവസമാണ്, ഞാൻ അന്ന് തന്നെ ടോക്കൺ വാങ്ങാം, അന്ന് ഏതോ മീറ്റിംഗ് ആണ്. അപ്പോഴാണ് പറഞ്ഞ് ഇത്രയും ധിക്കാരം ഒരു കാരണവശാലും അവിടെ ഉറപ്പിക്കാൻ പറ്റാത്തൊരു ധിക്കാരമാണ് ഒരു മെമ്പർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കണം. കള്ള് ഷാപ്പിലെ ബാറിലെ പോലും അയാൾ കേട്ടിട്ടില്ല ഇത്രയും വലിയ കടുത്ത കൽപ്പന. അയാൾ ചെയ്ത കുറ്റം ഇതാണ്. അയാളുടെ സുബോധത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്കുള്ള ടോക്കൺ അയാൾ അന്നേ ദിവസം മേടിച്ചോട്ടെ എന്ന് എഴുതിയപ്പോഴാണ് ഇങ്ങനെ. അപ്പൊ ഇത്തരത്തിലുള്ള അധികാരമല്ല നമ്മൾ ഒരാൾക്കും കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടും കേട്ടിട്ടുമുള്ള. അപ്പം ബാക്കിയുള്ളവർ കീഴെ ഉള്ളവരെ അടിമകളായി കാണുന്ന ആ ഒരു കിരാത ഭരണമല്ല ഉള്ളത്. അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഇവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ആൽക്കോളിക്സ് അനോണിമസ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ഓരോരുത്തർക്കും അവനവന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വയംഭരണത്തിനുള്ള അവകാശം, അത് കൂട്ടമായി നിൽക്കുമ്പോഴും ഈ സ്വയംഭരണത്തിനുള്ള അവകാശത്തെ അത് നല്ല ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. മറ്റൊരാളെ മാനിച്ചുകൊണ്ട്, മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട്, മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കാനുള്ള മനസ്സുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്വയംഭരണം നന്നായി നടത്താൻ പറ്റും. എന്നൊക്കെയുള്ള അവകാശങ്ങളെയും എൻ്റെ തീരുമാനങ്ങളെയും അത് സ്വാധീനിക്കും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ മാറിക്കണം. അപ്പം അതാണ് ഇതിനകത്ത് വെള്ളം കിട്ടുക. അല്ലാണ്ട് ഇതിനെ തെറ്റായ വഴിയിൽ കൂടെ നമ്മൾ ചിന്തിക്കാന്നോ
നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇതിനെ മോശമായ രീതിയിൽ കൊണ്ടുപോയി ഇതിനെ അപകടത്തിൽപ്പെടുത്താനോ ഇല്ല. അത് ഗ്രൂപ്പായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, അല്ല നമ്മുടെ സംഭവങ്ങളായിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, ജോലി സ്ഥലമായിക്കോട്ടെ, ഏത് സ്ഥലത്തും ആയിക്കോട്ടെ, എവിടെയും നമ്മൾക്ക് ഇത്തരത്തിലാണ് അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചില നിയമങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി, ചില ചിട്ടകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി. അങ്ങനെയാണ് വേണ്ടത്. ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടായത് ഇങ്ങനെ തന്നെയാ. പൊതുവായ താല്പര്യത്തിന് വേണ്ടി തന്നെയാ നിയമങ്ങൾ ഉണ്ടായത്. ആൽക്കോളിക്സ് അനോണിമസ് ആ നിയമങ്ങളെ കുറച്ചും കൂടെ പരിഷ്കരിച്ചു. അതിന് ഒരു അധികാരത്തിന്റെ ഭാവം കൊടുക്കാതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൂടെ നമ്മൾ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് നമ്മളെ ഭരണം നിർവഹിക്കുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആൽക്കോളിക്സ് അനോണിമസിൽ വന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു കാര്യം തന്നെയാണ് അവനവന്റെ വീട്ടിലും ചെയ്തത്. അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമില്ലാണ്ടായി. ആ കലഹം ഇല്ലാതായതോടുകൂടി അവരുടെ ഇടയിൽ, ആ കലഹത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നിരുന്ന കുട്ടികളുടെ ഭാവിയും വളരെ ശോഭനമായി മാറി. അവർക്ക് പിന്നെ പ്രശ്നമില്ലാണ്ടായി. അച്ഛന്റെ അമ്മയുടെയും വഴക്ക് കണ്ട് പകച്ച് കട്ടിലിനടിയിലോ അല്ലെങ്കിൽ കതകിന് പുറകിലോ ഭയപ്പെട്ട് നിന്നിരുന്ന കുട്ടികളൊക്കെ വെളിച്ചത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഇവർക്കൊക്കെ ഇതാണ് കിട്ടിയത്. നമ്മൾ ഒരു കാലത്ത് തെറ്റായി ധരിച്ചു വെച്ചിരുന്ന മുടിചൂടാമന്നൻ എന്നുള്ള ആ ചിന്തയോട് കൂടി നിന്നിരുന്ന ഏക ഛത്രാധിപതി എന്നൊക്കെ പറയുന്ന ആ വിശേഷണമായിരുന്നു. അതൊന്നും നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒച്ചപ്പാട് കൊണ്ടും ബഹളം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും ഒക്കെയാണ് അത് നടപ്പിലാക്കാൻ നോക്കിയത്. ഇന്ന് അതല്ലാതെ തന്നെ അത് നടപ്പിലാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അവരത് വിട്ടുകൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ അവരോട് കൂടി ചോദിച്ചിട്ടാ ചെയ്യുന്നത്. ഇത് കാണുന്ന നമ്മളെ കുടുംബത്തിൽ മിക്കവാറും കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതില്ലാത്തവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ മഹാബഹുഭൂരിപക്ഷം ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ രീതികളും ഒക്കെ മാറ്റിയെടുത്തിരിക്കുന്നു. അതിൻ്റെതായ സുഖവും സന്തോഷവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വരുത്താൻ വരുന്നുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ അത് പാലിക്കാൻ ഓരോരുത്തർക്കും അത് ഇഷ്ടമാണ്. ഓരോരുത്തരും ആ പറഞ്ഞ പോലെ ആ ഒരു നിയമത്തിന്റെ കീഴിൽ നിൽക്കാൻ മറ്റു കുടുംബാംഗങ്ങൾക്കും താല്പര്യമാണ്. കാരണം അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പെരുമാറുന്നത്. അവർക്ക് ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ്. അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവിടെ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളെയും അവർ ഒരുമിച്ച് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ സങ്കടങ്ങളെയും അവർ ഒരുമിച്ച് പങ്കുവെക്കുന്നുണ്ട്. അവർക്കാർക്കും അതിന്റെ ഇടയിൽ അവർക്ക് ഒരു യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും വന്നിട്ടില്ല. ഇന്നും ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. മറ്റൊരാളുടെ അഭിപ്രായം കേട്ടതിന്റെ പേരിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾക്ക് നമ്മുടെ വലിയ ഒരു പിന്നെ മുദ്രാവാക്യം എന്നാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ആ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത്. ഈ 4-ാം പാരമ്പര്യത്തിലെ എല്ലാ പാരമ്പര്യങ്ങളോടും ചേർന്ന് നിൽക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്ത് പെട്ട പല കാര്യങ്ങളും പക്ഷെ ഇന്നും അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെയാണ് നമ്മൾ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള, മറ്റുള്ളവരെയും കൂടെ ബഹുമാനിച്ചുകൊണ്ടുള്ള, മറ്റുള്ളവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷകരമായ ഒരു കൂട്ടായ്മ എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസ് അത് നമ്മൾക്ക് യഥേഷ്ടം തന്നിരിക്കുന്നു. അത് ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് സന്തോഷത്തോടെ നമ്മളെ കൂട്ടായ്മ മാത്രമല്ല, അതായത് കൂട്ടായ്മ മാത്രമല്ല, നമ്മുടെ വീട്ടിലെ കൂട്ടായ്മയും വളരെ ഭംഗിയാകും. നമ്മുടെ ജോലി സ്ഥലത്തെ കൂട്ടായ്മ, നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഒക്കെ ഇത് നമ്മളിൽ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പഴക്കവും ഉണ്ടാകില്ല, ഒരു തർക്കവും ഉണ്ടാവില്ല. മറ്റൊരാളെ ബഹുമാനിക്കാനുള്ള അവസരം, അതാണ് ഈ പറഞ്ഞ സ്വയംഭരണാവകാശം. എൻ്റെ സ്വയംഭരണാവകാശമല്ല, മറ്റുള്ളവനും അതുണ്ട് എന്നുള്ള എൻ്റെ ചിന്തയാണ് അവന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോഴാണ് അത് നമുക്ക് ആത്മീയമായ ഒരു തത്വമായി മാറുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഇത് ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കിയെന്നോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കുറഞ്ഞ സമയമുള്ളതിനകത്ത് ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെയാണ് സാധാരണ നിർവഹിക്കുന്നത്. അപ്പം അതിലേക്ക് ബാക്കിയുള്ള സമയത്ത് അതിനുവേണ്ടി ഉപയോഗിക്കാം. അപ്പം ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതും അഭിപ്രായമായിട്ട് പറയാം. അപ്പം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞു. അപ്പൊ ഇതിനുള്ള അവസരം തന്ന